കാറുകളോട് വലിയ ക്രേസുള്ള നടനാണ് ദുൽഖർ സൽമാൻ. ഉണ്ടാക്കുന്ന സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗവും ദുൽഖർ ചെലവഴിക്കുന്നത് പ്രേമം തോന്നുന്ന വാഹനങ്ങൾ വീട്ടിലെ ഗാരേജിലേക്ക് എത്തിക്കുന്നതിനാണ്. അത്തരത്തിൽ ഏതാണ്ട് 50-60 കാറുകൾ ഇപ്പോൾ ദുൽഖറിന് സ്വന്തമായുണ്ട്. മമ്മൂക്കയ്ക്ക് വേറെയും. വണ്ടി ഓടിക്കുന്നതിനും ക്രേസുള്ള ഉപ്പയുടെ വഴി തന്നെയാണ് മകനും കിട്ടിയത്. എങ്കിലും മമ്മൂക്ക നിയമം തെറ്റിച്ച് യാതൊന്നും ചെയ്യാറില്ല. എന്നാൽ ദുൽഖർ കഴിഞ്ഞ കുറച്ചു കാലമായി ചെയ്തിരുന്ന കാര്യമാണ് ഇപ്പോൾ പുറം ലോകത്തെത്തിയിരിക്കുന്നത്. ദുൽഖറിന്റെ വീട്ടിലും മമ്മൂക്കയുടെ പനമ്പിള്ളി നഗറിലെ വീട്ടിലുമെല്ലാം നടത്തിയ റെയ്ഡിനൊടുവിൽ ദുൽഖറിന്റെ 15ഓളം വില കൂടിയ വാഹനങ്ങളാണ് ഇപ്പോൾ അധികൃതർ പിടിച്ചെടുത്തിരിക്കുന്നത്. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച 150 വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തിയെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് തുടർന്നുള്ള അന്വേഷണം ദുൽഖറും പൃഥ്വിരാജും അടക്കമുള്ള നടന്മാരിലേക്കും എത്തിയത്. അത്തരത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് വിറ്റഴിച്ചവരെ കണ്ടെത്താനുള്ള ഓപ്പറേഷൻ നൂംകൂറിന്റെ ഭാഗമായുള്ള റെയ്ഡാണ് ദുൽഖറിന് വിനയായത്. ഉയർന്ന ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ലാൻഡ് ക്രൂയിസർ, ലാൻഡ് റോവർ SUVകളും പെട്രോളിങ്ങിനായി ഉപയോഗിക്കുന്ന ടാറ്റ SUVകളും പട്ടാളക്കാരെയും കാർഗോയും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളുമാണ് ഇന്ത്യയിലേക്ക് കടത്തിയത്. ഭൂട്ടാൻ മിലിട്ടറി ലേലത്തിൽ വയ്ക്കുന്ന വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് 4 ഇരട്ടി വിലയ്ക്ക് വിറ്റഴിച്ചു എന്നാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും കസ്റ്റംസും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിലും 20 SUVകൾ വിറ്റതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവയുടെ നമ്പറുകൾ വീണ്ടും മാറ്റിയിരിക്കാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയ അന്വേഷണമാണ് ദുൽഖറിലേക്കും പൃഥ്വിരാജിലേക്കുമെല്ലാം എത്തിയത്. ഇന്ന് രാവിലെയാണ് ഇരുവരുടെയും വീടുകളിൽ കസ്റ്റംസ് സംഘം റെയ്ഡ് നടത്തിയത്. ദുൽഖറിന്റെ വീട്ടിലെ പരിശോധന പൂർത്തിയായപ്പോൾ ഏതാണ്ട് 15ഓളം കാറുകളാണ് കസ്റ്റംസ് സംഘം പിടിച്ചെടുത്തത് എന്നാണ് വിവരം. പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ കസ്റ്റംസ് സംഘം എത്തിയെങ്കിലും അവിടെ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ പരിശോധന നടത്താതെ മടങ്ങിപ്പോയി. തുടർന്ന് കൊച്ചിയിലെ തേവരയിലെ വീട്ടിലായിരുന്നു പരിശോധന നടത്തിയത്. മലയാള സിനിമയിൽ വലിയൊരു കാർ കളക്ഷൻ തന്നെയുള്ള നടന്മാരിൽ ഏറെ മുന്നിലാണ് ദുൽഖർ സൽമാനും പൃഥ്വിരാജും. കൊച്ചി, കോഴിക്കോട്, തൃശൂർ, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിലെ 30 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നതായാണ് വിവരം. ചില വ്യവസായികളുടെയും ഇടനിലക്കാരുടെയും വീടുകളിലും മറ്റു ചില വാഹന ഷോറൂമുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രേഖകൾ പിടിച്ചെടുത്തതായാണ് സൂചന. ദുൽഖറിന്റെ കാർ പ്രേമത്തെക്കുറിച്ച് മുൻപ് പൃഥ്വിരാജും വാചാലനായിട്ടുണ്ട്. ഏതാണ്ട് 50-60ഓളം വിന്റേജ് കാറുകൾ ദുൽഖറിന്റെ കളക്ഷനിൽ ഉണ്ടെന്നും അതേക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ തന്നെ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും പൃഥ്വിരാജ് ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.